പെരിയാർ ടൈഗർ റിസർവിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞ 6 വർഷമായി ഉണ്ടായിരുന്ന മംഗള കടുവയെ തൃശൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുമ്പോൾ ഇതുവരെ മംഗളയെ സംരക്ഷിക്കാൻ വനംവകുപ്പ് ചിലവഴിച്ചത് 1/2 കോടിയിലധികം രൂപയാണ്. ചികിത്സാ സൗകര്യം കണക്കിലെടുത്താണ് കടുവയെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുന്നത് എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. 2020 നവംബറിൽ തേക്കടി റേഞ്ചിലെ മംഗളാദേവി ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നുമാണ് 2 മാസം പ്രായമുള്ള പെൺകടുവക്കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വനംവകുപ്പിന് കിട്ടിയത്. ഇടത്തേക്കാലിലെ ബലക്കുറവും കണ്ണുകളിലെ തിമിരവും കാരണം ഇര തേടുന്നതിന് ശേഷിയില്ലെന്ന് വിദഗ്ധ സമിതി വിലയിരുത്തി. തുടർന്ന് പ്രത്യേക സമിതിയുടെ നിർദ്ദേശപ്രകാരം കാടിന്റെ എല്ലാ സ്വാഭാവികതയും ഉറപ്പുവരുത്തിയ കൂട്ടിൽ സൂക്ഷിച്ചു വരികയായിരുന്നു. കൂട് നിർമ്മാണവും അറ്റകുറ്റപ്പണിയുമായി കഴിഞ്ഞ ജൂലൈ വരെ 37.94 ലക്ഷം രൂപ ചെലവാക്കി. ക്യാമറ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനത്തോടെയാണ് കൂട് നിർമ്മിച്ചത്. ഭക്ഷണത്തിനായി കഴിഞ്ഞ മെയ് 7 വരെ 13.28 ലക്ഷം രൂപ ചെലവാക്കി. ചികിത്സാ സൗകര്യം കൂടി കണക്കിലെടുത്താണ് തൃശൂരിലേക്ക് മാറ്റുന്നതെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ.